ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണുവാൻ കഴിയുന്ന ചില സ്വപ്നങ്ങളുണ്ട്. നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലെങ്കിലും ഇത്തരത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചന തന്നെയാണ്. ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 18 പുരാണങ്ങളിലൊന്നായ ഭവിഷ്യ പുരാണത്തിൽ സൂര്യഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ചില സ്വപ്നങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനിരിക്കുന്ന ഭാഗ്യോദയത്തിൻ്റെയും ധനവരവിൻ്റെയും ഒക്കെ സൂചനയാണ് എന്നുള്ളത്. ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങൾ കാണുവാനിടയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈശ്വര കടാക്ഷമുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരുന്നതിന് മുൻപ് അവർ കാണുവാൻ ഇടയുള്ള ഒരു സ്വപ്നമാണ് ലക്ഷ്മി ദേവിയെ സ്വപ്നം കാണുക എന്നുള്ളത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ലക്ഷ്മി കടാക്ഷമില്ലാതെ ഒരു വീട്ടിലും സമ്പത്തും ഐശ്വര്യങ്ങളും നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്രകാരം ലക്ഷ്മി ദേവിയെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ലാഭങ്ങൾ കൊയ്യുവാനും അതുപോലെ വീട്ടിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുവാനിടയാകും എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി കടാക്ഷവുമൊക്കെയുള്ള ആളുകൾ കാണുന്ന സ്വപ്നമാണ് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശവും അതുപോലെ തന്നെ പർവ്വതങ്ങളുമൊക്കെ. ഒരു പർവ്വതത്തിന് മുകളിൽ നക്ഷത്രക്കൂട്ടം സ്വപ്നം കാണുന്നതും അത്യുത്തമമാണ്. ഇപ്രകാരം നിങ്ങൾ പർവ്വതങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ സ്വപ്നത്തിൽ കാണുന്നത് വീട്ടിലേക്ക് എല്ലാവിധ സമ്പത്തും ഐശ്വര്യങ്ങളും വരും ദിവസങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മൂന്നാമതായി നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വരുന്നതിന് മുൻപ് ഭഗവാൻ കാട്ടിത്തരുന്ന ഒരു സ്വപ്നമാണ് ആരെങ്കിലും മധുരമുള്ള എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കുന്നതൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഇത് ഏറ്റവും ശുഭകരമായ സൂചനയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും സ്വർണപാത്രത്തിലോ അതുപോലെ വെള്ളിപ്പാത്രത്തിലോ ഒക്കെ പായസമോ മറ്റ് മധുരങ്ങളോ കഴിക്കുന്നത് സ്വപ്നം കണ്ടാൽ തീർച്ചയായും അതീവ ശുഭകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ അരവണ കഴിക്കുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ഭഗവാൻ കാണിച്ചു തരുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെയും സൂര്യനെയും ഒരുമിച്ച് സ്വപ്നം കാണുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ശുഭകരമായ കാര്യങ്ങളും വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇതിൽ ക്ഷേത്രവും സൂര്യനും തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാലയവും സൂര്യനെയും ഒന്നിച്ച് കാണുന്നതും അത്യുത്തമം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ധനനേട്ടം വരും എന്നും സൂചിപ്പിക്കുന്ന ഒന്നാണ് കൊടിയും ചന്ദ്രനും സ്വപ്നം കാണുന്നത്. ഇത്തരത്തിൽ നാം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒന്ന് എഴുതി അറിയിക്കുക. ഇനി നിങ്ങൾ വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ സഫലീകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾ ആൽമരത്തിന് അടുത്ത് നിൽക്കുന്നത്. അതുപോലെ ആൽമരം വളർത്തുന്നത്
ആൽമരത്തിന് വെള്ളമൊഴിക്കുന്നത് ഇങ്ങനെയുള്ള, അതായത് ചെറിയ ആൽമരത്തിൻ്റെ തൈ വാങ്ങിച്ച് നട്ടതിന് ശേഷം നിങ്ങൾ ആൽമരത്തിന് വെള്ളമൊഴിക്കുന്നതൊക്കെ സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ എന്താഗ്രഹമാണോ മനസ്സിൽ നിറവേറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്നത് അത് വലിയ താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് മുൻപ് കാണുന്ന ഒരു സ്വപ്നമാണ് മരണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്രകാരം ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ് ഉറക്കമുണർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മനസ്സുഖവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും മരണം സ്വപ്നം കാണുന്നത് അർത്ഥമാക്കുന്നത് ഒരു മംഗളകരമായ കാര്യത്തെ തന്നെയാണ്. വീട്ടിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൽ നാം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. കാരണം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനയിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.